ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തുർക്കി പരീക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു മാറ്റം കാണുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കിയിരിക്കുന്ന ഒരു പ്രസ്താവനയും പുറത്തു വരുന്നു. നിലവിലിപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ശാന്തതയില്ലാത്ത യുദ്ധ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നു. യുഎഇക്ക് നേരെ നിരന്തരം ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പരിധിവരെ യുഎഇക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർമസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നിരന്തരം ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രവൃത്തി നടത്തിയതിനോടനുബന്ധിച്ചാണ് ഈ മേഖല ഒന്നുകൂടി അശാന്തമായത്. അതിനിടയിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇറാൻ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തത്. തങ്ങൾ പരീക്ഷിക്കുകയും തങ്ങളത് വിജയിക്കുകയും ചെയ്തു. 5000 കിലോമീറ്റർ ദൂരെ പരിധി ചെന്ന് ആക്രമിക്കാൻ പാകത്തിലുള്ളതാണ് നിലവിൽ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള പ്രസ്താവനയും തുർക്കി പുറത്തുവിട്ടു. മിഡിൽ ഈസ്റ്റിലെ സാങ്കേതിക മികവിൽ ലോകോത്തര നിലവാരമുള്ള ഒരു രാജ്യമായിട്ട് മാറുക എന്നാണ് തങ്ങളുടെ ഉദ്ദേശം എന്ന് അവർ പറഞ്ഞു. ലോക നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ഇനിയും ചില പരീക്ഷണങ്ങൾ നടത്താനുണ്ട് എന്നുള്ളതും ചിലതുകൂടി പ്രദർശിപ്പിക്കാനുണ്ട് എന്നുകൂടി തുർക്കി പറയുന്നു. നാറ്റോ സഖ്യത്തിലെ സഖ്യകക്ഷിയാണ് നിലവിൽ തുർക്കി. നാറ്റോ സഖ്യത്തിലാകുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടി കൂട്ടുകക്ഷി സംവിധാനത്തോടു കൂടിയാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്. എന്നാൽ അതിൽ തന്നെ ഇപ്പോൾ വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളും പ്രകടമാണ് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതാണിപ്പോൾ അടിസ്ഥാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് തരത്തിലുള്ള യുദ്ധം ഉണ്ടാണെങ്കിലും അതൊരു ടച്ച് ഇസ്രായേലുമായിട്ടുണ്ട്. അതിപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ തന്നെ ഉക്രൈനെ പലതരത്തിലും, ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റിനെ പലതരത്തിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സഹായിച്ചിട്ടുണ്ട്. അത് ആയുധമായിട്ടും പ്രതിരോധമായിട്ടും മറ്റ് പല തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ജൂത പൗരനാണ്, ജൂത വിശ്വാസിയാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹായിക്കപ്പെട്ടത് എന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ മറ്റ് തലത്തിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അതായത് ഇപ്പം നിലനിൽക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു കക്ഷിയാണ്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഇസ്രായേൽ ഒരു കക്ഷിയാണ്. ഗസയും പലസ്തീനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഗസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഏത് ഭാഗം നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണക്ഷനുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും ശത്രുക്കൾ ഒരു പക്ഷത്താണ്, എതിർഭാഗത്ത് മറ്റൊരു കക്ഷികളുമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന തുർക്കിയുടെ പരീക്ഷണം അത് ലോകത്ത് ഒരു ആശങ്ക ജനിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യത്തിൻ്റെ, ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരു കാലത്ത് ഒന്നാം ലോക യുദ്ധത്തിൽ അതിശക്തമായിരിക്കുന്ന മുസ്ലിം ഖിലാഫത്ത് സംവിധാനങ്ങൾ നിലനിന്ന രാജ്യം കൂടിയായിരുന്നു, അല്ലെങ്കിൽ സാമ്രാജ്യം കൂടിയായിരുന്നു ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന എണ്ണി വരുന്ന അറേബ്യൻ രാജ്യങ്ങൾ അപ്പാടെ തുർക്കിയുടെ കീഴിലായിരുന്നു, ആ ഖിലാഫത്ത് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടുകൂടി ബ്രിട്ടനാണ് പിന്നീട് മേൽക്കൈ നേടി ആ ഭാഗങ്ങൾ പിടിച്ചെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ്റെ ഒരു ഭാഗം കൂടി ഇസ്രായേൽ പിടിച്ചെടുത്തതും. പിന്നീട് ആ ഭാഗത്ത് നുഴഞ്ഞു കയറിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ജൂത വിഭാഗം അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തുർക്കി ഇറാനുമായിട്ട് ഇതിന് മുൻപ് 2 തവണ സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയമാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ തുർക്കിയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. 1-ലധികം തവണ, 2 തവണയെങ്കിലും ഉണ്ട്. തുർക്കിയും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള സൗഹൃദ ബന്ധമൊന്നുമില്ല. എന്നാലോ രാഷ്ട്രീയപരമായ രീതിയിലും മതപരമായ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ സഹകരണം ഉണ്ടാവാറുണ്ട്. ഇറാനെ സംബന്ധിച്ചുള്ള സ്ട്രൈറ്റ് ആയിട്ട് ഒരു നിലപാടും ഒരു സമീപനവുമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കുന്ന നിലപാട് സമീപനങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ 2025 ഇറാൻ ആക്രമിച്ച സമയത്ത് തുർക്കിയുടെ ആകാശത്തിലൂടെ 2 യുദ്ധവിമാനം പോയിട്ടുണ്ട് എന്നൊരു പരാതി ഇറാൻ പറഞ്ഞു. അത്തരൊരു സംഭവം ഉണ്ടാവരുത് എന്നുള്ളതും, അങ്ങനെ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ശത്രുവായിട്ട് കണ്ട് തന്നെ തങ്ങൾ തിരിച്ചടിക്കും എന്ന്. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 കൽപ്പിച്ചുള്ള യുദ്ധമാണ് അവർക്ക്, അതുകൊണ്ട് അവർക്ക് എന്തും പറയാൻ പ്രശ്നമൊന്നുമില്ല. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇസ്രായേലിന് ആ നിർദ്ദേശം നൽകുകയും പിന്നീട് അത്തരം ആകാശ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് തടയുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇറാൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ആകാശത്തിൻ്റെ മേലെ മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്തിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത്
നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിച്ചോ? അതായത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അമേരിക്ക അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് സമാനമായ രീതിയിലാണല്ലോ തുർക്കി നാറ്റോ സഖ്യമാണ്, ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്, സൈനികപരമായ രീതിയിൽ വലിയ ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അതിന് മറുപടി നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏറെക്കുറെ ശാന്തമായി പോയതാണ്. പക്ഷേ ഇറാനും തുർക്കും തമ്മിൽ വലിയ രീതിയിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന സമയത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നു. അപ്പോൾ ഇത് പരിശോധനാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെച്ചപ്പെട്ട ഡ്രോണുകൾ വേണം. ആ ഡ്രോൺ സംവിധാനത്തിന് വേണ്ടി ഇറാൻ ആ സമയത്ത് അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ കാണുന്നത്. പക്ഷേ അമേരിക്ക അത് നൽകിയില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഒരു സഹായവുമായി ബന്ധപ്പെട്ട് അമേരിക്ക സഹായിച്ചിട്ടില്ല എന്നുള്ളത് വലിയ തരത്തിൽ വിമർശനത്തിന് വിധേയമായതാണ്. അപ്പോൾ പിന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റഷ്യ രംഗത്ത് വന്നു, അതോടൊപ്പം തന്നെ തുർക്കി രംഗത്ത് വന്നു. തുർക്കിയുടെ ഡ്രോണാണ് യഥാർത്ഥത്തിൽ ഹെലികോപ്റ്റർ അടക്കമുള്ള ഹെലികോപ്റ്ററും ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ ഏകദേശം 8 മണിക്കൂറിലധികം ഇവിടെ നിന്ന് പുറപ്പെട്ട ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തിയതിനിടയിലാണ് ഒരു പർവ്വതത്തിൻ്റെ തായ്വാരത്ത് ഒരു ഹെലികോപ്റ്റർ പോലെയുള്ള എന്തോന്ന് തകർന്ന് കിടക്കുന്നത് കണ്ടത്. പിന്നീട് ഈ ഡ്രോണ് തുർക്കിയുടെ ഡ്രോണാണ് താഴ്ന്ന് പറന്നുകൊണ്ട് അത് കാര്യം കൃത്യമാക്കുകയും പിന്നീട് ഈ ഇബ്രാഹിം റൈസി അടക്കമുള്ള 4ഓളം നേതാക്കന്മാർ, അന്നത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ കൊല്ലപ്പെട്ടതാണ്, അവരടക്കം അവരുടെ മൃതദേഹമടക്കം ഇറാനിലേക്ക് എത്തിച്ചത്. ഇത് ഇറാനുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഒരു ബന്ധം കൂട്ടിച്ചേരാൻ വേണ്ടിയിട്ട്, അതുവരെ കുറച്ച് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചേർന്ന് നിൽക്കാൻ വലിയൊരു കാരണമായി. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചു, ആ നന്ദി ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പിന്നീട് പല വിഷയത്തിലും, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയത്തിലും സൗഹൃദപരമായ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങളിലേക്കാണ് തുർക്കും ഇറാനും പോയത്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പ്രശ്നങ്ങൾ, അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഈ മേഖല ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് വരണം എന്നുള്ളതാണ്. ഇതിൽ 2 വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഈ മേഖലയുടെ സർവാധിപത്യം ഒരിക്കൽ പോലും അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരരുത്, അഥവാ ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് വരരുത്. മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള ഏറ്റവും വലിയ സൈനിക രാജ്യം എന്ന് പറയുന്നതും ആണവായുധ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ അറബ് രാജ്യങ്ങളൊക്കെ പേടിക്കുന്നുണ്ട്. അത് പേടിക്കാത്ത രാജ്യം ഒന്ന് ലെബനാനാണ്. ലെബനാൻ എല്ലാ കാലത്തും യുദ്ധത്തിലാണ്. പിന്നെ ഹൂത്തികളാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പങ്കാളിത്തമാണ്. ഇറാനാണ് തീരെ പേടിക്കാത്തത്, അവരുമായിട്ട് യുദ്ധത്തിലാണ്. കാര്യം എന്ന് പറയുന്നത് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും തങ്ങൾക്ക് എതിരെ മറ്റൊന്നും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കുപോക്കം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. അതിന് അമേരിക്ക എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കും. എല്ലാ കാലത്തും, ഇപ്പോൾ ഒന്നല്ല, എല്ലാ കാലത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ UAEക്ക് നേരെ ആക്രമണം നടക്കുന്നു, ഓർമുസിൽ കടൽ യുദ്ധം സജീവമാകുന്നു, അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലക്കുക. കാര്യം ഈ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയും ഇറാനും നേർക്കുനേരെ ആക്രമണം നടത്തി. 3 കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. അതിൽ 3 കപ്പൽ ഓർമുസ് കടന്നു എന്ന് അവർ പറയുന്നുണ്ട്, 3 കപ്പലും തിരിച്ചു ഓടിച്ചു എന്ന് ഇറാനും പറയുന്നുണ്ട്. സ്ഥിരീകരണ റിപ്പോർട്ട് ഇനി വരാൻ ബാക്കിയാണ്. പക്ഷേ അവിടെ ഇസ്രായേൽ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറയുന്നത്, ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മാരകമായിരിക്കുന്ന ഒരു തിരിച്ചടി അമേരിക്കക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല യുദ്ധം അവസാനിപ്പിച്ചെന്ന് അമേരിക്ക പറയുകയും ചെയ്തു. മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളുടെ കപ്പലുകൾ ഇപ്പോൾ ഈ കടൽ അതിർത്തി കടന്ന് വരാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർ തൽക്കാലത്തേക്ക് വരുന്നില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. കാര്യം അമേരിക്കക്ക് സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ, അമേരിക്കയുടെ കപ്പലിനെ പോലും അമേരിക്കക്ക് സംരക്ഷിക്കാൻ സാധിക്കാതിരിക്കെ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലിനെ സംരക്ഷിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ ഇറാനുമായിട്ട് ഒത്തുപോയിട്ട് കടലതിർത്തി കടക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴി നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ഈ രീതിയിലും ഈ റൂട്ടിലൂടെയുമാണ് ഇപ്പോഴത്തെ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നു. തുർക്കി ആണെങ്കിൽ അവർ പുതുതായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വായിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരു ലിങ്ക് ചേർന്ന രീതിയിലാണ് കാര്യങ്ങൾ. കാര്യം എന്ന് പറയുന്നത്, ഇനി ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിലും
ഈ ഒരു പക്ഷേ ചൈന ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഇപ്പോൾ ഈ ഓർമസ് കടൽ കഴിഞ്ഞിട്ട് അറേബ്യൻ കടലിൻ്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ആയിട്ട് രണ്ടിലധികമോ ചൈനയുടെ യുദ്ധക്കപ്പലുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അപ്പോൾ അവർ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കയറിയത് എന്നാണ് അവരുടെ പക്ഷം. പക്ഷേ അതിൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല, അന്താരാഷ്ട്ര പാതയായതുകൊണ്ട് അത് എന്തിനു വന്നു എന്ന് ചോദിക്കാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല, തിരിച്ച് ഈ ചൈന ചോദിക്കും, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി കുറയുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആവശ്യമാണ്. കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്, അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് UN സഭയിൽ തന്നെ ആ കാര്യങ്ങൾ വിളിച്ചു പറയപ്പെട്ടതാണ്. തങ്ങൾക്ക് ഇസ്രായേലിനെ സാമ്രാജ്യമാക്കി മാറ്റണം, അത് ഈ ബഹുമുഖ രാജ്യത്തിൻ്റെ മധ്യ നിൽക്കുന്ന ഒരു വലിയ സംവിധാനത്തോടു കൂടി ആവണം ഇനി ഈ ഇസ്രായേൽ നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് നിലവിൽ ഭൂമിയിൽ അവർക്ക് ശത്രുവായി നിൽക്കുന്നത്, എതിരായി നിൽക്കുന്നത് ഒരേ ഒരു രാജ്യമാണ്, അത് ഇറാൻ മാത്രമാണ്. തുർക്കിയെ പോലും അവർക്ക് പേടിയില്ല, പക്ഷേ ഇറാൻ അവർക്ക് പേടിയുണ്ട്. ഇറാൻ്റെ മുമ്പിൽ അവർ തളർന്നു പോയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി തങ്ങളുടെ നേരെ അക്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോർമുസ് അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ സ്ഥിതിയിലേക്ക് പോകുന്ന സമയത്ത് പോകുന്നതിനിടയിലൊക്കെയാണ് ഈ തുർക്കിയുടെ ഒരു പരീക്ഷണം കൂടി വന്ന സമയത്ത് അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.